എൽ ഡി എഫിന് അനുകൂലമായിട്ട് നിരവധി ഘടകങ്ങളുണ്ട്. പക്ഷേ മനഃശാസ്ത്രപരമായിട്ട് ഈ ഒരു തിരിച്ചടി ഉണ്ടാക്കിയ ആ ഒരു ഞെട്ടലിൽ നിന്ന്, ആഘാതത്തിൽ നിന്ന് കരകയറാനായിട്ട് എത്ര സമയമെടുക്കും? അത് മിനിമം സമയത്തിനുള്ളിൽ മറികടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അല്ല, ആരായിരിക്കും നയിക്കുക എന്നുള്ളത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കണ്ടുപിടിച്ച് പറയാൻ പറ്റുമോ? അത് കെ സി വേണുഗോപാലായിരിക്കില്ല. വേണുഗോപാലിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ വേറെ ആരെങ്കിലും കളമൊരുക്കുകയാണെങ്കിൽ നിലം ഉഴുത് വിതച്ച് അത് കൊയ്യാറാവുമ്പോൾ പുള്ളി തിരിച്ചു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനാണ് പുള്ളിയുടെ തയ്യാറെടുപ്പ്. ഈ കാലാകാലങ്ങളായിട്ട് ബി ജെ പിയിൽ അടിഞ്ഞുകൂടിയ കുറേ ആളുകളുണ്ട്. ആ ആളുകൾ ആരും തന്നെ ഈ ആർ എസ് എസിൻ്റെ ഒരു ബൗദ്ധികവും സാംസ്കാരികവുമായിട്ടുള്ള നേതൃത്വം അംഗീകരിക്കുന്നവരല്ല. അവർക്ക് ആർ എസ് എസിൽ പ്രവർത്തിച്ച പരിചയമോ പാരമ്പര്യമോ ഇല്ല. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. 2025 കേരളത്തിൽ ഒട്ടേറെ രാഷ്ട്രീയ നീക്കങ്ങളുണ്ടായി. ദേശീയ അടിസ്ഥാനത്തിലും അത്തരത്തിലുള്ള നീക്കങ്ങൾ സംഭവിച്ചു. ഏതായാലും 2026 നമ്മൾ മലയാളികൾ വളരെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്കകം നടക്കും എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം. പരിശോധിക്കാം നമുക്ക്. 2025 അവസാനിക്കുമ്പോൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആത്മവിശ്വാസത്തോടെ 2026 പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. 2025 അവസാനിക്കാൻ പോവുകയാണ്. ഏത് രീതിയിലാണ് അങ്ങ് വിലയിരുത്തുന്നത് ഈ 2025 കേരള രാഷ്ട്രീയ സാഹചര്യത്തെ, ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും വെല്ലുവിളികളെയും നേട്ടങ്ങളെയും ഒക്കെ? 2025 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു വർഷമായിരുന്നു. കാരണം 2024 നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടായി, സി പി എമ്മിന് തിരിച്ചടി ഉണ്ടായി. അവർക്ക് ആകെ ഒരു സീറ്റ് മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. 2019 അപേക്ഷിച്ച് 24 ഉണ്ടായിരുന്നൊരു വ്യത്യാസം. 2019 ശബരിമല യുവതീ പ്രവേശനം പോലെ വളരെ വൈകാരികമായിട്ടുള്ളൊരു വിഷയമുണ്ട്. 24 അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും എൽ ഡി എഫിന് വലിയ തിരിച്ചടി നേരിടേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ തിരിച്ചടിയിൽ നിന്ന് എങ്ങനെ എൽ ഡി എഫിന് മുക്തമാകാൻ സാധിക്കും, എങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തിരഞ്ഞെടുപ്പിൽ അവർക്ക് 5 വർഷം മുമ്പ് ഇതുപോലെ സന്ദർഭത്തിൽ 2020 ചെയ്ത പോലെ മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളതായിരുന്നു നമ്മുടെ മുമ്പിലായിരുന്ന വിഷയം. അപ്പോൾ വളരെ പ്രകടമായ ഒരു ഭരണവിരുദ്ധ വികാരം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുണ്ടായൊരു സംഭവം 24 അവസാനം 25 ആദ്യമായിട്ട് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേരള പോലീസിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചും ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യക്ഷമതയെക്കുറിച്ചും ക്രമസമാധാന പരിപാലനത്തിൻ്റെ ഒരു സംഘപരിവാരവൽക്കരണത്തെക്കുറിച്ചുള്ളൊരു വലിയ നറേറ്റീവ് നമ്മുടെ പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവന്നു. അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ വ്യാപകമായിട്ട് വിശ്വസിച്ചു. മുസ്ലിങ്ങൾക്ക് കേരള സർക്കാരിനെയും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ മൂർധന്യത്തിൽ അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചു, തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് സംജാതമായി. ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു ജനഹിത പരിശോധന പോലെയാണ് നടത്തപ്പെട്ടത്. അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി എൽ ഡി എഫ് മത്സരിപ്പിച്ചുവെങ്കിലും ജയിക്കാൻ കഴിഞ്ഞില്ല. അൻവർ തന്നെ ഒരു റിബൽ സ്ഥാനാർത്ഥിയുടെ മാതൃകയിൽ അവിടെ മത്സരിച്ചു, 10-20,000 വോട്ട് പിടിച്ചു. എങ്കിൽ പോലും യു ഡി എഫിൻ്റെ വിജയസാധ്യതകളെ ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അവിടെ ആര്യൻ ഷൗക്കത്ത് മാന്യമായ ഭൂരിപക്ഷത്തോട് വിജയിച്ചു. ഇത് സത്യത്തിൽ ഇടതുപക്ഷ സർക്കാരിന് ഏറ്റവും ഒരു തിരിച്ചടിയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് സാധാരണയിൽ അത്ര വലിയൊരു വിഷയമാകേണ്ടതില്ല, പക്ഷേ ഈ രീതിയിലുള്ള ഒരു നറേറ്റീവ് അവിടെ വന്നുകൊണ്ട്, അതായത് മുസ്ലിം മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ എന്ന രീതിയിലുള്ളൊരു ചേരിതിരിവ്, ഒരു വേർതിരിവ് ഉണ്ടായി. അതിനുശേഷമാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വരുന്നത്. അത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളെയും വല്ലാതെ വേദനിപ്പിച്ചു. അങ്ങനെ മൊത്തത്തിൽ ആളുകൾ മുഴുവനായിട്ട് തന്നെ സർക്കാരിനെതിരാവുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതാണ് പിന്നീട് ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ റിഫ്ലക്റ്റ് ചെയ്തത്. അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പ്രതിഫലനം ഇതിൽ കാണാൻ കഴിയും. പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലകളിലാണ് ഇവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇടുക്കി ജില്ല, പത്തനംതിട്ട ജില്ല, കോട്ടയം ജില്ല, തൃശ്ശൂർ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, മലപ്പുറം ജില്ല, വയനാട് ജില്ല, കോഴിക്കോട് ജില്ല ഭാഗികമായി. അപ്പോൾ ഇങ്ങനെ ന്യൂനപക്ഷ മേഖലകളിൽ ക്രിസ്ത്യനായിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ വലിയ തിരിച്ചടിയാണ് എൽ ഡി എഫിന് നേരിടേണ്ടി വന്നത്. എന്നാൽ പരമ്പരാഗത എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരം ജില്ല, അതുപോലെ കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ല, പിന്നെ തൃശ്ശൂർ ജില്ല,
ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊന്നും അത്ര വലിയ തിരിച്ചടി ഉണ്ടായിട്ടില്ല. പാലക്കാട് ജില്ലയിലൊക്കെ വലിയ മോശമില്ലാത്ത രീതിയിൽ, കണ്ണൂർ ജില്ലയിലും ഒക്കെ റിസൾട്ട് ഇവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ സാമുദായികമായി വലിയൊരു ചേരിതിരിവിൻ്റെ അത് കാണാൻ കഴിയും. ക്രിസ്ത്യൻ മുസ്ലിം മേഖലകളിലാണ് യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതേ മേഖലയിൽ തന്നെയാണ് എൽ ഡി എഫ് വല്ലാതെ പുറകോട്ട് പോയത്. മാത്രവുമല്ല ബി ജെ പി ഒരു പ്രധാന ശക്തിയായിട്ട് ഉയർന്നു വരുന്നത് പ്രത്യേകിച്ച് പട്ടണപ്രദേശങ്ങളിൽ, നഗരപ്രദേശങ്ങളിൽ ബി ജെ പിയുടെ സാന്നിധ്യം കൂടുതൽ വ്യക്തമായി. ഗ്രാമങ്ങളിൽ അത്ര തന്നെ അവർക്ക് കൈവരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പട്ടണപ്രദേശങ്ങളിൽ അത് ഇടത്തരക്കാരാണ്. അഭ്യസ്തവിദ്യരായ ഇടത്തരക്കാരുടെ ഇടയിൽ പരമ്പരാഗതമായിട്ട് എൽ ഡി എഫിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വിഭാഗങ്ങൾക്കിടയിൽ അടക്കം ഈ ബി ജെ പിയുടെ കടന്നുകയറ്റം വളരെ പ്രകടമായിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലാണെങ്കിലും, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി, അതല്ലെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി, മാവേലിക്കര മുനിസിപ്പാലിറ്റി, ഈവൻ താനൂർ മുനിസിപ്പാലിറ്റി, അവിടെയൊക്കെ ഈ എൽ ഡി എഫിനെ റീപ്ലേസ് ചെയ്ത് ബി ജെ പി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കും എന്നുള്ള വേറൊരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരേ സമയത്ത് ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടുന്നു, അതേസമയത്ത് തന്നെ ഭൂരിപക്ഷ വോട്ടുകളിൽ ബി ജെ പി വലിയ കടന്നുകയറ്റം നടത്തും. ഇത് എൽ ഡി എഫിനെ ഒരു രാഷ്ട്രീയ മുന്നണി എന്നുള്ള നിലയ്ക്കും സി പി എമ്മിൻ്റെ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കും താൽക്കാലികമായിട്ട് മാത്രമല്ല ദീർഘകാല അടിസ്ഥാനത്തിൽ തന്നെ അപകടത്തിലാക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഇടതുപക്ഷവും സി പി എമ്മും വലിയ വെല്ലുവിളി ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2026 എന്ന് പറയുന്നത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഇനി കഷ്ടിച്ച് 3 മാസം അല്ലെങ്കിൽ 4 മാസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിലേക്ക്. അതിനു മുമ്പ് ഇത്ര വലിയൊരു തിരിച്ചടിയിൽ നിന്ന് അവർക്ക് കരകയറാൻ കഴിയുമോ ഇല്ലയോ, ഇതാണ് ഇവിടുത്തെ വിഷയം. അതെ, കരകയറാൻ കഴിയാൻ പാടില്ലായി ഒന്നുമില്ല, അത്ര എളുപ്പമല്ല എങ്കിൽ പോലും ഒന്നത് മാനസികമായിട്ട് മനഃശാസ്ത്രപരമായിട്ട് വലിയ തിരിച്ചടിയാണ്. അതിനെ മറികടക്കാൻ കഴിയണം. പിന്നെ മെച്ചപ്പെട്ട സംഘടനാ സംവിധാനമുണ്ട്, പണമുണ്ട്, നേതൃത്വമുണ്ട്, ഇതൊക്കെ ഉണ്ട്. എൽ ഡി എഫിന് അനുകൂലമായിട്ട് നിരവധി ഘടകങ്ങളുണ്ട്. പക്ഷേ മനഃശാസ്ത്രപരമായിട്ട് ഈ ഒരു തിരിച്ചടി ഉണ്ടാക്കിയ ആ ഒരു ഞെട്ടലിൽ നിന്ന്, ആഘാതത്തിൽ നിന്ന് കരകയറാനായിട്ട് എത്ര സമയം എടുക്കും, അത് മിനിമം സമയത്തിനുള്ളിൽ മറികടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ എൽ ഡി എഫിന് ആശയ്ക്ക് വഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരു 90 സീറ്റോ 100 സീറ്റൊക്കെ മേടിച്ച് യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എൽ ഡി എഫിൻ്റെ സാധ്യതകൾ തിരിച്ചു വരാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോഴും ചില പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ അത് പക്ഷേ എത്രത്തോളം എളുപ്പമാണെന്നറിയില്ല. ഈ ശബരിമല വിഷയം അവർക്ക് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ശബരിമല വിഷയത്തിൽ വോട്ട് പോയിരിക്കുന്നത് അല്ലെങ്കിൽ അത് തുണച്ചിരിക്കുന്നത് യു ഡി എഫിനാണെന്നാണ് മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. കാരണം ആ മേഖലകൾ ശബരിമല ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന മേഖലകളിലൊക്കെ തന്നെ യു ഡി എഫ് ആണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ശബരിമല വിഷയമാണെങ്കിൽ തന്നെയും ഈ വോട്ട് ചോർച്ച അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ തന്നെയും ചെറിയ കാലയളവിനുള്ളിൽ അവർക്ക് തടയിടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു അത്ഭുതം സംഭവിക്കാൻ എന്താണ് മാർഗം എൽ ഡി എഫിന് മുന്നിലുള്ളത്? അല്ല, എൽ ഡി എഫിനെ സംബന്ധിച്ചുള്ള അവരുടെ മുമ്പിലൊരു പ്രധാനപ്പെട്ട തടസ്സമെന്ന് പറയുന്നത് ഒന്നാമത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായയാണ്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ വലിയ വിപ്രതിപത്തിയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ജോസ് കെ മാണിയുടെ വരവും മറ്റ് ചില ഘടകങ്ങളുമൊക്കെ അനുകൂലമായി. അതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു ഭാഗം ഇവർക്ക് പിടിക്കാൻ കഴിഞ്ഞു, ഒരു ഭാഗം യു ഡി എഫിൽ നിന്ന് അകന്നു പോയിച്ചു. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളുണ്ടായി. ക്രിസ്ത്യൻ വോട്ടിൽ ഭിന്നിപ്പുണ്ടായി കഴിഞ്ഞാൽ എൽ ഡി എഫിന് സുഖമായിട്ട് ജയിക്കാം. അതായിരുന്നു കഴിഞ്ഞുണ്ടായിരുന്ന ഒരു സൗകര്യം. പിന്നെ കോൺഗ്രസിൻ്റെ ഹിന്ദു വോട്ട് ബേസിൽ ഗണ്യമായ രീതിയിൽ ബി ജെ പി വിള്ളലുണ്ടാക്കി. അത് നായർ വോട്ടിലും ഉണ്ടാക്കിയിരുന്നു, ഈഴവ വോട്ടിലും സംഭവിച്ചു. മറ്റ് പിന്നാക്ക ഹിന്ദുക്കളുടെ ഇടയിലും ഈ രീതിയിലുള്ള മാറ്റം ഉണ്ടായിരുന്നു. ഇത്തവണ ആ രീതിയിലൊരു മാറ്റം കാണുന്നില്ല. ബി ജെ പിയുടെ നില വലിയ മെച്ചമില്ലാതെയും വലിയ മോശമില്ലാതെയും തുടരുന്നു. അതേസമയത്ത് ഈ നേരത്തെ വന്ന ക്രിസ്ത്യൻ വോട്ടുകൾ തിരിച്ച് യു ഡി എഫിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണമാണ് നമ്മൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കട്ട്. അതിനെ എങ്ങനെ തടുത്തു നിർത്താൻ കഴിയും, ഈ ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിൽ കേന്ദ്രീകരിക്കുന്നത് എങ്ങനെ തടയാൻ കഴിയും എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ മുമ്പിൽ ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തത് എൽ ഡി എഫിന് വിശ്വാസ്യതയുള്ളൊരു നേതൃത്വം വേണം. പിണറായി വിജയനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തിൻ്റെ അനാരോഗ്യത്തിൻ്റെയൊക്കെ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് ലൈൻ ലീഡർഷിപ്പ് ആരായിരിക്കും ഇനി അങ്ങോട്ട് കേരളത്തിൻ്റെ ഭാഗ്യവിധാതാവ്, പാർട്ടിയുടെ ഉത്തരവ് എന്താണ്, ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ വിശ്വാസ്യതയുള്ളൊരു നേതൃത്വം വേണം. പണ്ട് വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്ന പോലെ, അല്ലെങ്കിൽ ഇ കെ നായനാരുണ്ടായിരുന്ന പോലെ അങ്ങനത്തെ ഒരു ലീഡറില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അത് സി പി എംകാരെ ആലോചിച്ചാൽ പെട്ടെന്ന് പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ അതിനുള്ളൊരു രാഷ്ട്രീയമായ ഇച്ഛാശക്തി, രാഷ്ട്രീയമായ വിവേകം, ഇത് രണ്ടും നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി വരണം. ഇതിൽ വേറൊരു വലിയ പരാധീനതയും കൂടി ഉണ്ട്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മ വരികയാണെങ്കിൽ അവരെ പരിഹരിക്കേണ്ട, തിരുത്തേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നമെന്ന് വെച്ചാൽ കേന്ദ്ര നേതൃത്വം എന്ന് പറയുന്നത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ കീഴിലാണ്. അതായത് സംസ്ഥാന സെക്രട്ടറി കാണുമ്പോൾ അഖിലേന്ത്യാ സെക്രട്ടറി എഴുന്നേറ്റിരിക്കണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ മുസ്ലിം ലീഗിനെ പറ്റി പറയില്ലേ, സംസ്ഥാന പ്രസിഡന്റ് കാണുമ്പോൾ ദേശീയ പ്രസിഡന്റ് എഴുന്നേറ്റിരിക്കുന്ന
ഒരു പാർട്ടി ലോകത്തുണ്ട്, അത് മുസ്ലിം ലീഗാണ്. ഇപ്പോൾ ഏതാണ്ട് ഇതൊരു കമ്മ്യൂണിസ്റ്റ് ലീഗായിട്ട് മാറിയിരിക്കുകയാണ്. അല്ല, ഇപ്പോൾ അങ്ങും കേട്ട് കാണും ഈ 2025 തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുൻപ്, 26 തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുൻപ് എൽ ഡി എഫിനൊപ്പം BDJS കൂടി ചേർന്നേക്കും എന്നൊരു ശ്രുതിയുണ്ട്. അത് എത്രത്തോളം സാധിക്കുമെന്നറിയില്ല. പക്ഷേ അങ്ങനെ അത് സാധിച്ചാൽ അവർക്ക് ഗുണം ചെയ്യുമോ അത്? അല്ല, അങ്ങനെ സാധിക്കുകയില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. രണ്ടാമത് അങ്ങനെ അത് ചേർക്കുന്നത് വളരെ വളരെ ആത്മഹത്യാപരമായിരിക്കും. കാരണം CPMൻ്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇഴവരാതി പിന്നാക്ക സമുദായങ്ങളും പട്ടിക സമുദായക്കാരുമാണ്. വളരെ കുറഞ്ഞ തോതിൽ വളരെ തീരെ കുറഞ്ഞ തോതിൽ ക്രിസ്ത്യാനികളും അതിനേക്കാൾ കുറഞ്ഞ തോതിൽ മുസ്ലിങ്ങളും ഏതാണ്ട് അത്ര തന്നെ നായന്മാരും മാത്രമേ ഇന്നിപ്പോൾ ഇവരെ സവർണ സമുദായക്കാർ മാത്രമേ ഇവരെ പിന്തുണക്കുന്നു. അപ്പോൾ ഈ പിന്നാക്ക സമുദായക്കാരുടെ വോട്ട് ബേസുള്ള വേറൊരു പാർട്ടി വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇവരുടെ പരമ്പരാഗത വോട്ട് ബേസിനെ ഈ വരുന്ന പാർട്ടി കാർന്ന് തിന്നും. അത് LDFൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. LDFനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഭീഷണി എന്ന് പറഞ്ഞാൽ BDJSൻ്റെ കടന്നു പറയുന്നു. BDJS നേരെ കുറച്ച് കോൺഗ്രസ്സിലേക്കാണ് പോകുന്നതെങ്കിൽ അത് കോൺഗ്രസ്സിന് ഗുണകരമായിരിക്കും. ഒരു പരിധിവരെ BDJSൽ 1-2 MLAമാരൊക്കെ ജയിപ്പിച്ച് പണ്ട് JSS ഉണ്ടായിരുന്ന പോലെ അല്ലെങ്കിൽ SRP ഉണ്ടായിരുന്ന പോലെ അവിടെ നിൽക്കാൻ കഴിയും. അതിൽ കവിഞ്ഞ അത്ഭുതമൊന്നും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. പക്ഷേ ഇവരെ സ്വീകരിക്കുന്നത് LDFനെ സംബന്ധിച്ചിടത്തോളം CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മഹത്യാപരമായിരിക്കും. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ UDFിലേക്ക് പോകുമ്പോൾ UDFിൽ വളരെ ആത്മവിശ്വാസം നൽകുന്ന ഒരു വിജയമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അവർക്ക് നേടാൻ സാധിച്ചത്. അതിനു മുൻപ് ഇതുവരെ ഉണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിച്ചു. VD സതീശൻ മോശമല്ലാത്ത പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന വിലയിരുത്തലും ഉണ്ടായി. പക്ഷേ ഈ കൊച്ചി മേയറെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ പുകിലൊക്കെ നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. അതൊരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് പോകുന്നോ എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതുകൂടാതെ തന്നെ ഞാൻ പൊതുവിൽ പറഞ്ഞാൽ ഇനിയിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്ന വേളയിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം മറനീക്കി പുറത്തു വരാൻ സാധ്യതയുണ്ടെന്നും കേൾക്കുന്നു. UDFൻ്റെ സ്ഥിതി എങ്ങനെയാണ്? ഈ 2025 അവരുടെ പ്രകടനത്തെ എങ്ങനെ കാണുന്നു? 26 അവർക്ക് എത്രത്തോളം പ്രതീക്ഷയോടെ പോകാൻ സാധിക്കും? അല്ല, UDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വിജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതെ. ഇപ്പോൾ ആദ്യം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. പാർലമെൻറ്റിൽ ഇവർ 18 സീറ്റ് നിലനിർത്തുന്നു. ഒരു സീറ്റ് BJP, ഒരു സീറ്റ് CPM കൊണ്ടുപോകുന്നു. അങ്ങനെ 18 സീറ്റ്. പിന്നെ രാഹുൽ ഗാന്ധി പോയി, പ്രിയങ്ക ഗാന്ധി വരുന്നു. അപ്പോഴൊക്കെ വളരെ ഉത്സാഹത്തിലാണ് പോകുന്നത്. പിന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ഇതുപോലെ BJP വലിയ വെല്ലുവിളി ഉയർത്തിയെങ്കിലും അവിടെ ഇവർക്ക് ജയിക്കാൻ കഴിയും. അതിനുശേഷം ഉണ്ടായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, അത് വലിയൊരു അഗ്നിപരീക്ഷയായിരുന്നു. അവിടെയും UDF കോൺഗ്രസ്സായി വെന്നിക്കൂടി പാറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അതിനുശേഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായി വരുന്നു. അതിന് തൃപ്തികരമായി യാതൊരു മറുപടി കൊടുക്കാൻ പാർട്ടിക്ക് കഴിയാതെ വരുന്നു. ഒടുവിൽ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഈ പ്രശ്നം അവസാനിച്ചായിട്ട് കണക്കാക്കുന്നു. പക്ഷേ അവിടെ അത് സംഭവിക്കുന്നില്ല. അപ്പോഴത്തേക്കും ഒരു വിഭാഗം നേതാക്കൾ ഈ ചെറുപ്പക്കാരൻ്റെ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഇത് പരമാവധി കുഴയുന്നു. പക്ഷേ ഇതൊക്കെ കഴിയുമ്പോഴും അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പ് ഫലത്തെ അത് വളരെ മാർജിനലായിട്ട് മാത്രമേ ബാധിച്ചുള്ളൂ. അതെ. ഇത് ക്രിമിനൽ കേസായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. അതേസമയത്ത് ജനങ്ങൾക്കൊക്കെ അറിയാം യഥാർത്ഥത്തിൽ എന്തുണ്ടായിരിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു പരിണതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. കേരള രാഷ്ട്രീയത്തിൽ മുമ്പ് മുതലേ ഉണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പം കൂടുതൽ രൂക്ഷമാക്കുന്നതിന് മാത്രമേ ഇതുകൊണ്ട് സാധിച്ചുള്ളൂ. അല്ലാതെ വ്യക്തത കൈവരുത്തുന്നതിൽ ഈ അന്വേഷണമാകട്ടെ, കോടതി നടപടികളാകട്ടെ ഈ ദിവസം വരെ, ഈ സമയം വരെ വിജയിച്ചിട്ടുമില്ല. ഓക്കെ. ഈ UDFനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഈ ശബരിമല വിഷയത്തിലെ അന്വേഷണം വേഗത്തിൽ അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ നേതാവിലേക്ക് എത്തുന്നതിന് മുൻപ് തടഞ്ഞു നിർത്തപ്പെടുന്നു എന്നൊരു തോന്നൽ കേരള സമൂഹത്തിനുണ്ടായാൽ അത് UDFന് തന്നെ ആയിരിക്കില്ലേ ഗുണം ചെയ്യുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ? അത് തീർച്ചയായിട്ടും UDFനായിരിക്കും. UDFനും ഒരു പരിധിവരെ BJPക്കും ആയിരിക്കും ഗുണം ചെയ്യുക. കാരണം ഈ തീവ്ര ഹിന്ദു വോട്ടുകൾ UDFിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ BJPയിലേക്ക് വരാനാണ് സാധ്യത. BJP ഇപ്പം തന്നെ നില മെച്ചപ്പെടുത്തി ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ. അത് കൂടുതൽ മെച്ചപ്പെടുത്താവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയേക്കാം. എന്ന് വെച്ചാൽ BJPക്ക് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നല്ല പറഞ്ഞ്. ഇത് ഭാഗികമായിട്ട് BJPക്കും ഭാഗികമായിട്ട് UDFനുമാണ് ഗുണം ചെയ്യുക. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, ഈ NSS നേതൃത്വം അതുപോലെ തന്നെ SNDP യോഗത്തിൻ്റെ നേതൃത്വവും ഒക്കെ UDFിൽ നിന്നും ഒരല്പം അകലം പാലിക്കുകയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോൾ അതിലേക്ക് പിന്തുണ അറിയിച്ചു കൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇവരൊക്കെ തന്നെ. പക്ഷേ അതിൻ്റെ ഗുണം എത്രത്തോളമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക്
യു ഡി എഫും ഈ സംഘടനകളും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ചുള്ള കാര്യം ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി തട്ടിച്ചു നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്? അല്ല, യു ഡി എഫ് രാഷ്ട്രീയത്തെ വളരെ വ്യാപകമായിട്ട് നിർണായകമായ രീതിയിൽ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു വിഷയം തന്നെയാണിത്. അതിൽ യാതൊരു സംശയമില്ല. പിന്നെ യു ഡി എഫിൻ്റെ ബഹുജന അടിത്തറ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അവർ വലിയ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ വിഷയത്തിലേക്ക് വരുന്നത്. പക്ഷേ അവർ ആഗ്രഹിച്ച രീതിയിലൊരു മുന്നേറ്റം ഈ വിഷയത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ചില വിഷയങ്ങൾ അവിടെ ഉണ്ട്. അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഡെപ്യൂട്ടി മേയറുടെ അല്ലെങ്കിൽ മേയറുടെ തെരഞ്ഞെടുപ്പല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് അതിനേക്കാൾ ആഴത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് പുതിയ പാർട്ടികളെ യു ഡി എഫിലേക്ക് കൊണ്ടുവരണം. ഉം. അതെങ്ങനെയാണ്? ഫുൾ മെമ്പർഷിപ്പാണോ, ഹാഫ് മെമ്പർഷിപ്പാണോ, അസോസിയേറ്റ് മെമ്പർഷിപ്പാണോ? ഈ അസോസിയേറ്റ് മെമ്പർമാരായിട്ട് വരുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ പാർട്ടികൾക്ക് അവർക്ക് യു ഡി എഫിൽ എന്തുമാത്രം പ്രാതിനിധ്യം ഉണ്ടാകും? അവരെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കുമോ, അത് യു ഡി എഫിന് പുറമ്പോക്കിലായിരിക്കും നിർത്തുക? ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അതുമാത്രമല്ല, പി വി അൻവറിനെ പോലുള്ള ആളുകൾ വന്നതുകൊണ്ട് യു ഡി എഫിന് എന്ത് മേന്മയുണ്ടാവും എന്നുള്ളത് വേറെ വിഷയമാണ്. അതുപോലെ സി കെ ജാനുവിനൊക്കെ കേരളത്തിൽ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ എന്ത് സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് ചോദിച്ചാൽ മിക്കവാറും ഒന്നും തന്നെ ഇല്ല എന്ന അഭിപ്രായത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് അവിടെ ഉള്ളത്. അത് പരിഹരിക്കാൻ നിൽക്കുമ്പോൾ തന്നെയാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഏത് ഈ പാർട്ടിക്കകത്തുള്ള വെർട്ടിക്കൽ സ്പ്ലിറ്റ്, ചില നേതാക്കന്മാരും അവരുടെ അനുയായികളും കൂടി ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകൾ, ക്ലിക്കുകൾ, അതിൻ്റെ അകത്ത് നിന്നിട്ടുള്ള നിഴൽ യുദ്ധങ്ങൾ, ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഇല്ലെങ്കിൽ ഇത് കോൺഗ്രസ് അല്ലാണ്ടാവും, യു ഡി എഫ് അല്ലാണ്ടാവും. അതുകൊണ്ട് അവർക്ക് ഇതൊക്കെ ചെയ്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് ഇതുപോലുള്ള കലാപരിപാടികളുമായിട്ട് അവർ ഇനി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. പക്ഷേ അത് അവർക്ക് എത്രത്തോളം സ്ട്രെങ്ത് നൽകുന്ന ഒരു ഘടകമായിരിക്കും. അതായത് ഒരു വശത്ത് വി ഡി സതീശൻ ഇതുവരെയുള്ള കാലത്ത് നന്നായി ഈ മുന്നണിയെ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തെ നയിച്ചു എന്നൊരു ഒരു ഫീലുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് നോക്കുമ്പോൾ രമേശ് ചെന്നിത്തലയുണ്ട്, കെ സി വേണുഗോപാലുണ്ട്, അങ്ങനെയുള്ള സീനിയർ നേതാക്കൾ അപ്പുറത്ത് നിൽക്കുകയാണ്. ആരായിരിക്കും ഈ 2026 യു ഡി എഫിനെ നയിക്കുക എന്നുള്ളതും ആർക്കായിരിക്കും ജയം കിട്ടിയാൽ മുഖ്യമന്ത്രി കസേര ലഭിക്കുക എന്നുള്ളതും കഴിഞ്ഞ കുറേ നാളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, ആരായിരിക്കും നയിക്കുക എന്നുള്ളത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കണ്ടുപിടിച്ച് പറയാൻ പറ്റും. അത് കെ സി വേണുഗോപാലായിരിക്കില്ല. പാർട്ടിയെ നയിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിലവിലുള്ള നേതാക്കന്മാരായിരിക്കും. ഒന്ന് ശ്രീമാൻ വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക്. പിന്നെ മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന നമ്മുടെ രമേശ് ചെന്നിത്തലയുണ്ട്. പുള്ളിയും തുല്യ നിലയിൽ തന്നെ രംഗത്തുണ്ട്. പക്ഷേ നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് സതീശനായിരിക്കും അല്പം കൂടി ആത്മവിശ്വാസം ഉണ്ടാകുന്നു, മേൽക്കൈ ഉണ്ടാകുന്നു. അതിൽ വലിയ സംശയത്തിന് അവകാശമില്ല. അതേസമയത്ത് ചെന്നിത്തലയെ നമുക്ക് എഴുതി തള്ളാനും പറ്റുകയില്ല. കാരണം അദ്ദേഹം ഒരു സീനിയർ നേതാവാണ്. കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് നല്ല പിടിപാടുണ്ട്. സമുദായ സംഘടനകളുമായിട്ടും തരക്കേടില്ലാത്ത ബന്ധം അദ്ദേഹത്തിനുണ്ട്. ഘടകകക്ഷികൾക്ക് ഒരുപക്ഷെ രമേശായിരിക്കും കൂടുതൽ സ്വീകാര്യം. കാരണം അദ്ദേഹം കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്. ഫ്ലെക്സിബിലിറ്റി ഒരു ഘടകമാണല്ലോ ഈ കൂട്ടുകക്ഷി സർക്കാരിൽ. പണ്ട് ഈ സി എച്ച് മുഹമ്മദ് കോയയുടെ ഒരു ഓതറൈസ്ഡ് ബയോഗ്രഫി ഉണ്ട്. അത് ചന്ദ്രികയിൽ പത്രപ്രവർത്തകരായിരുന്ന നവാസ് പൂനൂർ എഴുതിയതാണ്. ആ ബയോഗ്രഫി അല്ല പ്രധാനം. അതിന് മുന്നോടിയായിട്ട് അതിനൊരു അവതാരിക പോലെ അല്ലെങ്കിൽ ഒരു ആമുഖം പോലെ സി എച്ചുമായിട്ട് ഗ്രന്ഥകാരൻ നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. അതാണ് പ്രധാനമായിട്ട് വായിക്കേണ്ടത് ബയോഗ്രഫിയേക്കാൾ. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ചോദ്യങ്ങൾക്ക് സി എച്ച് തനത് ശൈലിയിലുള്ള ഉത്തരം കൊടുക്കുന്നു. അതിൽ ഗ്രന്ഥകാരൻ്റെ ഒരു ചോദ്യം ഇങ്ങനെയാണ്: കേരളം ഇതുവരെ കണ്ടതിൽ ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രി ആരാണ്? ചോദ്യം. സി എച്ചിൻ്റെ ഉത്തരം സി അച്യുതമേനോൻ. അപ്പോൾ ഈ ലേഖൻ ചോദിക്കുന്നു, എന്താണ് അച്യുതമേനോൻ്റെ സവിശേഷത? സി എച്ച് പറയുന്നു, ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ എങ്ങനെ നയിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു, അച്യുതമേൻ്റെ. അപ്പോൾ ഈ നവാസ് പൂനൂർ ചോദിക്കുന്നു, അപ്പോൾ EMS എങ്ങനെയായിരുന്നു? അപ്പോൾ സി എച്ചിൻ്റെ മറുപടി, ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ എങ്ങനെ പൊളിക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇതിൽ സി എച്ചിൻ്റെ ഒരു രാഷ്ട്രീയ വ്യക്തിത്വമുണ്ട്. അച്യുതമേനോൻ EMS എന്ന് പറഞ്ഞ രണ്ട് നേതാക്കന്മാരുടെ ശൈലിയിലുള്ള വ്യത്യാസമുണ്ട്. അച്യുതമേനോൻ ഒരു ഫ്ലെക്സിബിളായിരുന്നു. ഘടകകക്ഷികളെ പരമാവധിയൊക്കെ എൻ്റർടൈൻ ചെയ്ത് കൊണ്ടുവരും. നേരെ മറിച്ച് EMS ശാഠ്യക്കാരനായിരുന്നു. അത് എൻ്റർടൈൻ ചെയ്യുമ്പോൾ തന്നെ ഈ സഖ്യകക്ഷികൾ ശത്രുക്കളായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. എന്ന് പറഞ്ഞ പോലെ രമേശിന് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ നയിക്കാനുള്ള ഒരു മെയ്വഴക്കം, അത് വളരെ പ്രധാനമുള്ളൂ. ഇപ്പോൾ കരുണാകരനും ഉമ്മൻചാണ്ടിക്കൊക്കെ അതുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ആൾ എന്നുള്ള നിലയ്ക്ക് ഘടകകക്ഷികൾക്കും അവർക്കൊരു സേ ഉണ്ടാകുകയാണെങ്കിൽ രമേശിനായിരിക്കും മേൽക്കൈ കിട്ടുക. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് സതീശനാണ് മുന്നിട്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ എത്രയോ സംഗതികളിൽ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് അദ്ദേഹം കുതിരപ്പുറത്ത് തന്നെയായിരുന്നു, ഇല്ലേ? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് പുതുപ്പള്ളി, അത് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് പാലക്കാട്, അത് കഴിഞ്ഞ് നിലമ്പൂർ.
നിലമ്പൂരൊക്കെ വലിയ അഗ്നിപരീക്ഷകളെ നേരിട്ടിട്ടാണ് പുള്ളി പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചതും. ഉം. അത് തോറ്റു വരുന്നെങ്കിൽ വലിയ ചീത്തപ്പേരായിരുന്നു. അങ്ങനെ ഏതാണ്ട് ഒറ്റയാൾ പട്ടാളം എന്ന രീതിയിൽ അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. KPCCയുടെ ഭാഗത്ത് നിന്ന് പറയത്തക്ക പിന്തുണയൊന്നുമില്ല, AICC നിന്നും പിന്തുണയില്ല, ഒരു സ്ഥലത്തു നിന്നും യാതൊരു തരത്തിലുള്ള സഹായവും ലഭിക്കുന്നില്ല. എന്നിട്ടും പുള്ളി അങ്ങനെ യുദ്ധം ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്ന് കരുതി നമുക്ക് രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കാനോ അദ്ദേഹത്തെ എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു എന്ന് കരുതാനോ നിവൃത്തിയില്ല. പുള്ളി തുല്യ നിലയിലുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷ് എന്ന് പറഞ്ഞുകൂടാ, ഇവർ തമ്മിലുള്ള ഒരു പോരാട്ടം കൂടി ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അവിടെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ വേണുഗോപാലിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ വേറെ ആരെങ്കിലും കളം ഒരുക്കുകയാണെങ്കിൽ നിലം ഉഴുത് വിതച്ച് അത് കൊയ്യാറാവുമ്പോൾ പുള്ളി തിരിച്ചു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനാണ് പുള്ളിയുടെ തയ്യാറെടുപ്പ്. അപ്പോൾ പണ്ടാരണ്ട് പറഞ്ഞു തൊട്ട് ഈ സൂയിക്കാനും മരുങ്ങാനും മാളവർ, ഉറക്കളക്കാനും പാടുപെടാനും മക്കാരാക്ക എന്ന് പറഞ്ഞ പോലെ ആവും സതീശൻ്റെ സ്ഥിതി എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. കൊയ്യാൻ KC വരും അല്ലേ? കൊയ്യാൻ വരുമോ, അത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് വരുമോ എന്നറിയില്ല. പറയുന്നത് കേട്ട് ശരിയാണെങ്കിൽ ഇദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. പുള്ളി മത്സരിച്ചാൽ വേറെയും MP മാർ അവകാശവാദമായിട്ട് മുന്നോട്ട് വരും. ഇപ്പോൾ ഇത്തവണ UDF ജയിക്കുന്ന ഏകദേശം ഒരു ട്രെൻഡ് ഉണ്ട്. ഏറ്റവും കുറഞ്ഞ കോൺഗ്രസ്സുകാരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു MP സീറ്റ് കൊടുക്കുകയാണെങ്കിൽ ബാക്കി എല്ലാവരും ഞാൻ മത്സരിച്ചോളാം എന്ന് പറഞ്ഞു വരും. അപ്പോൾ ബെന്നി ബെഹനാന് സീറ്റ് കൊടുക്കേണ്ടി വരും, പിന്നെ ആൻഡോ ആൻ്റണിക്ക് സീറ്റ് കൊടുക്കേണ്ടി വരും, അടൂർ പ്രകാശിന് തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരും. ഇവരെല്ലാവരും നിയമസഭയ്ക്ക് മത്സരിക്കാൻ തയ്യാറായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആരും മത്സരിക്കേണ്ട എന്നൊരു നിലപാട് എടുക്കുകയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നല്ല ഭൂരിപക്ഷം കിട്ടുന്നുണ്ട്, 85-90 സീറ്റ് കിട്ടുകയാണെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു MLA കൊണ്ട് രാജി ഒപ്പിച്ചിട്ട് വേണുഗോപാലിന് കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ക്ലെയിം വയ്ക്കാവുന്നതാണ്. അതിനൊക്കെയുള്ള സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. പുള്ളി ആ രീതിയിലാണ് ചിന്തിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാര്യം സാർ, ഈ UDFൽ നിന്ന് നമ്മൾ NDAയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഈ ലീഗിൻ്റെ പ്രചാരണവും അവരുടെ പ്രസ്താവനകളും അത് മറ്റ് ഒരു 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 പോളറൈസേഷന് വഴിവെക്കുമോ എന്ന ഒരു ആശങ്ക പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ച് UDFൽ നിന്നും അധികാരം മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടായേക്കും. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ചില മുസ്ലിം ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നുണ്ട്, ഇതുവരെ ലീഗിൽ നിന്നും ഉണ്ടാവാത്ത വിധത്തിൽ. അല്ല, അങ്ങനെ ഒരു സംഭവം തീർച്ചയായിട്ടും ഉണ്ട്. ലീഗുകാരുടെ ആത്മവിശ്വാസം കൂടുതലുണ്ടായിരിക്കും. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടിക്ക് വലിയ നേട്ടമുണ്ടായി. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ എല്ലാ ഡിവിഷനുകളും UDF ജയിച്ചു. UDF ജയിച്ചു എന്ന് വെച്ചാൽ ഏതാണ്ട് മിക്കവാറും എല്ലാ സീറ്റിലും ലീഗ് ജയിച്ചു എന്നുള്ളതാണ്. അതുപോലെ പ്രതീക്ഷിക്കാത്ത ഒരു മുന്നേറ്റം അവർക്ക് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിലും അവരാഗ്രഹിച്ചേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടി എന്നുള്ളതാണ് സത്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് വലിയ അപകടമാണ്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ. കാരണം വെച്ചാൽ അതൊരു സാമുദായിക പാർട്ടിയാണ്. അപ്പോൾ അത് ഈ പാർട്ടിക്കൊരു അംഗീകാരം കൊടുക്കുകയാണെങ്കിൽ, അവർക്ക് ഒരു പങ്കാളിത്തം കൊടുക്കുകയാണെങ്കിൽ അത് പ്രത്യേകമായ ഒരു സമുദായത്തിലേക്ക് മാത്രമായിട്ട് പരിമിതപ്പെട്ടു പോകും. അതാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. വേറെ ഏത് പാർട്ടിക്ക് കൊടുക്കണമെങ്കിൽ ഈ പ്രശ്നമില്ല. അപ്പോൾ ഈ മൊത്തത്തിലുള്ള സാധനം അതിൻ്റെ ഗണ്യമായ ഭാഗം ലീഗുകാർക്ക് കൊടുക്കേണ്ടി വരുന്നു. അതൊരു പ്രത്യേക സമുദായക്കാർക്ക് മാത്രം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു കയ്പും ചവറപ്പും ഉണ്ട്. അതാണ് സത്യത്തിൽ ഇവിടുത്തെ വിഷയം. ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിലേക്ക് 3 ലീഗുകാർ കൗൺസിലർമാരായിട്ട് ജയിക്കും. കോൺഗ്രസ്സിന് എത്രയോ അതിനേക്കാളും 8 ഇരട്ടിയോ 12 ഇരട്ടിയോ ആളുകളുണ്ട്. പക്ഷേ എന്ത് പറ്റി ചോദിച്ചാൽ ലീഗ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം ചോദിക്കുന്നു, കിട്ടില്ല എന്നറിയാം, എന്നാലും ചോദിക്കും. അത് കിട്ടാതെ നമ്മൾ പരിഭവിക്കുന്നു, പ്രതിഷേധിക്കും. അപ്പോൾ ഇത് മറ്റു സമുദായങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ്? അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കൊച്ചി മേയറായിട്ട് ലത്തീൻ കത്തോലിക്കനായ ഒരാളെ തിരഞ്ഞെടുക്കും. ഡെപ്യൂട്ടി മേയർ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് എന്ന് പറഞ്ഞ് പിടിച്ചു പറിച്ച് ആരും മേടിക്കുന്ന ആരാണ്? അത് മുസ്ലിം ലീഗ് ആണെങ്കിൽ, മുസ്ലിം ലീഗിന് കൊടുത്തില്ല അത് വേറെ കാര്യം, കൊടുക്കുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും? അപ്പോൾ ഈ UDFന് വോട്ട് ചെയ്ത ബാക്കി സമുദായക്കാരൊക്കെ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമുണ്ട്. ഇതിപ്പോൾ കൊച്ചിയിൽ പ്രാവർത്തികമായില്ല, പക്ഷേ അടുത്തുള്ള പല മുനിസിപ്പാലിറ്റികളും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. കളമശ്ശേരി മുനിസിപ്പാലിറ്റി കോൺഗ്രസ്സുകാരനായ ഒരു മുസ്ലിമാണ് ചെയർമാനാകുന്നത്. ഡെപ്യൂട്ടി വൈസ് ചെയർമാൻ സ്ഥാനം കൊടുക്കുന്നത് ലീഗിനാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ആ സമുദായക്കാരുടെ കയ്യിലായി. കളമശ്ശേരി മുനിസിപ്പാലിറ്റി, തൃക്കാക്കര മുനിസിപ്പാലിറ്റി, അങ്ങനെ ഓരോ സ്ഥലത്തും ഇതിനെ ആവർത്തിക്കുകയാണ്. അപ്പോൾ അത് അന്യ സമുദായക്കാർക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പ്രഷൻ എന്തായിരിക്കും എന്നുള്ള ചോദ്യമുണ്ട്. ഇത് എറണാകുളം ജില്ലയിലെ കാര്യമാണ്. അപ്പോൾ മറ്റു ജില്ലകളിലെ സ്ഥിതി
രണ്ട് കൗൺസിലർമാരുള്ള സ്ഥലമാണ് കൊല്ലം. അവിടെയും അവർ ഡെപ്യൂട്ടി മേയർ സ്ഥാനമാണ് ചോദിക്കുന്നത്. 3 പേരുള്ള സ്ഥലമാണ് കൊച്ചി. അവിടെയും ഡെപ്യൂട്ടി മേയർ സ്ഥാനം മതി. നമ്മുടെ ദൈവാധീനം എന്ന് വിചാരിച്ചാൽ മേയർ സ്ഥാനം ചോദിച്ചില്ല, വേണമെങ്കിൽ ചോദിക്കാറുന്നില്ലേ, ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഈ എ കെ ആൻ്റണിയുടെ സമയത്തും ഉമ്മൻചാണ്ടിയുടെ സമയത്തും ഭൂരിപക്ഷ സമുദായക്കാരെ എങ്ങനെയാണ് അകന്നു പോയത് യു ഡി എഫിൽ നിന്ന്? ഒന്നാമത് ഈ നായർ ഒഴികെയുള്ള സമുദായങ്ങൾക്കൊന്നും യു ഡി എഫിൻ്റെ ലീഡർഷിപ്പിൽ പറയത്തക്ക പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കോ അസംബ്ലിയിലേക്കോ സീറ്റ് കൊടുക്കുമ്പോൾ ജയിക്കാവുന്ന സീറ്റുകളൊക്കെ പ്രബല സമുദായങ്ങൾ കൈയടക്കുകയും കാക്ക കൊത്താത്താലെ ആട് കടിക്കാത്ത സീറ്റുകൾ ഈഴവർക്ക്, ധീവരർക്ക്, വിശ്വകർമ്മർക്ക്, പുലയർക്ക് കേട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ മുന്നണി അല്ല ഇത്, നമുക്കിതിൽ യാതൊരു പ്രാതിനിധ്യം ഇല്ലയെന്ന് അവർക്ക് തോന്നാൻ തുടങ്ങി. അപ്പോൾ ആ വോട്ടുകൾ നേരെ അങ്ങോട്ട് പോയി എൽ ഡി എഫിലേക്ക് പോയി. ഇങ്ങനെയുള്ള സംഭവിച്ചത്. അങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ 3 പേരാണ് ഈഴവ സമുദായത്തിൽ നിന്നും യു ഡി എഫിലുണ്ടായിരുന്നത്. 3 പേരും കോൺഗ്രസ്സിലാണ്. ഒന്ന് നമ്മുടെ കെ ബാബു, മറ്റത് കെ അച്യുതൻ, പിന്നെ അടൂർ പ്രകാശ് ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് പോയി. ഇപ്പോൾ കെ ബാബു മാത്രമുള്ളൂ. അദ്ദേഹം അടുത്തവണ്ണം മത്സരിക്കുന്നില്ലെന്നാണ് പറഞ്ഞു. പുള്ളിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അപ്പോൾ പിന്നെ ആരാണ് ഇതിൻ്റെ അകത്ത് ഒരു പ്രതിനിധിയായിട്ട് വരിക എന്നുള്ള ചോദ്യമില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ലളിതമല്ല ഇവിടുത്തെ കാര്യം. അതെ അതെ. ഇനിയിപ്പോൾ എൻ ഡി എയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ബി ജെ പി ആത്മവിശ്വാസത്തോടു കൂടിയാണെന്ന് തോന്നുന്നത് 2025 നിന്നും 26 ചുവടുവയ്പ് നടത്തുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ സാധിച്ചു. 50 സീറ്റാണ് നേടിയിരിക്കുന്നത്. എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കീഴിലുള്ള ബി ജെ പിയുടെ പ്രകടനത്തെ കാണുന്നത്? അല്ല, ബി ജെ പി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവരുടെ ശക്തി, അവരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ചും കൂടി പ്രകടമായി എന്നുള്ളത് സത്യമാണ്. തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട നഗരം, കേരളത്തിൻ്റെ തലസ്ഥാന നഗരത്തിൽ അവർക്ക് ചൂട് ഉറപ്പിക്കാൻ നേരത്തെ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഭരണാധികാരിയും അവർ പിടിച്ചു. കേവല ഭൂരിപക്ഷമില്ല, എന്നാലും കേവല ഭൂരിപക്ഷത്തോട് അടുത്ത സീറ്റോടുകൂടി അവർ അധികാരത്തിൽ വരികയാണ്. പക്ഷേ അതിലൊരു പ്രശ്നം കിടക്കുന്നത്, ഇവർ ശക്തിപ്പെടുന്നത് മറ്റ് സമുദായങ്ങൾക്കിടയിൽ വലിയൊരു ആശങ്ക ഉണ്ടാക്കും. അപ്പോൾ ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റ് സ്ഥലങ്ങളിൽ അന്യ സമുദായങ്ങൾ, ന്യൂനപക്ഷ സമുദായങ്ങൾ പ്രത്യേകിച്ചും അവർ സംഘടിക്കുകയും ഇവർക്ക് ഇനി അങ്ങോട്ടുള്ള സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യും. അത് ബി ജെ പിയെ മാത്രമല്ല ബാധിക്കുക, ഇന്നത്തെ നിലയ്ക്ക് സി പി എമ്മിനോട് കൂടി ബാധിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ. പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചു. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചതിന് നമ്മുടെ നാഷണൽ മീഡിയയിൽ ഭയങ്കര സെലിബ്രേഷനായിരുന്നു. ടൈംസ് നൗവിൽ അല്ലെങ്കിൽ NDTV ഇതിലൊക്കെ തിരുവനന്തപുരത്ത് ബി ജെ പി ജയിച്ചു, വലിയൊരു അത്ഭുതം എന്ന രീതിയിലാണ് പ്രൊജക്റ്റ് ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ അഖിലേന്ത്യാ തലത്തിൽ അവർക്ക് ഇതിൻ്റെ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിലും പ്രാദേശിക തലത്തിൽ ഈ പറഞ്ഞ പോലെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മറ്റൊന്ന്, രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ കേരളത്തിലെ ഘടകത്തിനുള്ളിൽ എത്രത്തോളം സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളൊരു വിഷയം കൂടി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വികസന രാഷ്ട്രീയം, വികസന അജണ്ട, ഒപ്പം തന്നെ ഒരു തീവ്ര നിലപാട് സ്വീകരിക്കാത്ത ഒരു ശൈലി, ഇതൊക്കെ പരക്കെ വിമർശന വിധേയമാകുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രുതിയുണ്ട് പരമ്പരാഗത ബി ജെ പി അണികൾക്ക് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അല്ല, പരമ്പരാഗത ബി ജെ പി അണികൾ അല്ലെങ്കിൽ പരമ്പരാഗത RSSകാർ വളരെ കാലമായിട്ട് ബി ജെ പിയുടെ പോക്കിൽ അസംതൃപ്തരാണ്. അവരൊക്കെ അതിൽ സങ്കടമുണ്ട്. അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഈ കാലാകാലങ്ങളായിട്ട് ബി ജെ പിയിൽ അടിഞ്ഞുകൂടിയ കുറേ ആളുകളുണ്ട്. ആ ആളുകൾ ആരും തന്നെ ഈ RSSൻ്റെ ഒരു ബൗദ്ധികവും സാംസ്കാരികവുമായിട്ടുള്ള നേതൃത്വം അംഗീകരിക്കുന്നവരല്ല. അവർക്ക് RSSൽ പ്രവർത്തിച്ച പരിചയമോ പാരമ്പര്യമോ ഇല്ല. ഇപ്പോൾ ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ ഒരുപക്ഷെ മുന്നേറ്റം ഉണ്ടാക്കിയൊക്കെ സാധ്യതയുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കോൺഗ്രസ്സിലേക്ക് പോകാതെ അല്ലെങ്കിൽ CPMലേക്ക് പോകാതെ നമ്മുടെ ബി ജെ പിയിലേക്ക് വരാൻ താല്പര്യപ്പെട്ടു. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇവരെ എങ്ങനെ സ്വീകരിക്കും, അവർ എന്തൊക്കെ സ്ഥാനമാനങ്ങൾ കൊടുക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ. ഇനിയിപ്പോൾ ഈ 2026 പോകുമ്പോൾ നമ്മൾ ഈ 140 മണ്ഡലങ്ങളിൽ ഒരു 10-30 മണ്ഡലങ്ങളിൽ അവർക്ക് നിർണായക ശക്തിയാകാൻ സാധിക്കും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അവർക്ക് കിട്ടിയ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അക്കാര്യത്തിൽ അങ്ങേക്ക് പറയാനുള്ളത്? അതായത് ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് എത്രത്തോളം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചേക്കും? ഇപ്പോഴത്തെ സ്കോർ ബോർഡിൽ 0. അടുത്ത സ്കോർ ബോർഡിൽ എന്തായിരിക്കും അവരുടെ
സംഖ്യ. ഏതായാലും പൂജ്യത്തേക്കാൾ താഴെ പോകാൻ പറ്റുകയില്ല. അത്രത്തോളം BJPക്കാർക്ക് ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, അതിൽ വലിയ ആശയക്കുഴപ്പമുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം അതിൻ്റെ ദിശ ചെറുതായിട്ടൊന്നും മാറ്റിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ വെറുതെ ഈ കണ്ടമാനം ഓടി ശരീരം ക്ഷീണിപ്പിക്കേണ്ട ആവശ്യമില്ല. ജയിക്കാവുന്ന സീറ്റുകൾ അല്ലെങ്കിൽ സാമാന്യം മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാവുന്ന സീറ്റുകൾ അവർ ഇയർമാർക്ക് ചെയ്തിട്ട് ആ സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ BJP ഇങ്ങനെ ഇരുമ്പിൽ കടിച്ച് പല്ലുകളേണ്ട ആവശ്യമില്ല. അവർക്ക് ജയിക്കാൻ ഒരു സാധ്യമില്ലാത്ത സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് തന്നെ വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ മേജർ കണ്ടസ്റ്റൻസ് 2 പേരോ 3 പേരൊക്കെ ഉണ്ടാവും. അതിന് BJPയുടേതായ ചില മാനദണ്ഡങ്ങളൊക്കെ ഉപയോഗിച്ച് അവർക്ക് ഒരാളെ കണ്ടെത്താനോ ആ കണ്ടെത്തിയ ആളെ തുടർന്ന് എത്ര നാൾ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ഒരു പഠനം വിശകലനം നടത്താനൊക്കെ അവസരം കിട്ടും. അതാണ് അതിൻ്റെ അകത്ത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയ ആശങ്കയ്ക്ക് ഇടയില്ല. കാരണം അവർ ഈ മാതിരി പ്രശ്നങ്ങളൊക്കെ നിസ്സാരമായിട്ട് പരിഹരിച്ച് കഴിവ് തെളിയിച്ചവരാണ്. ഇനിയും ഒരവസരം കിട്ടിയാൽ അവർ ഇത് തന്നെ ചെയ്യും എന്ന കാര്യം ഉറപ്പാണ്. എങ്കിലും ഒരു നമ്പർ അങ്ങേക്ക് പറയാൻ സാധിക്കുമോ? ഒരു 5-ന് മുകളിലേക്ക്, അല്ലെങ്കിൽ എത്ര സീറ്റ് വരെ അവർക്ക് നേടാൻ സാധിച്ചേക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ? അതൊരു വളരെ കുഴപ്പം പിടിച്ച ചോദ്യമാണ്. BJPയുടെ നില മെച്ചപ്പെടുത്തും എന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തിരുവനന്തപുരം നഗരത്തിലുള്ള മണ്ഡലങ്ങൾ, ശരിക്കും പറഞ്ഞാൽ വട്ടിയൂർക്കാവ്, അതിനേക്കാൾ കൂടുതലായിട്ട് നേമം, പിന്നെ കഴക്കൂട്ടം, അതെ, പിന്നെ ഒരു ചെറിയ പരിധിവരെ ആറ്റിങ്ങലൊക്കെ വേണമെങ്കിൽ നോക്കാം. അതുപോലെ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ, പിന്നെ നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള തൃശ്ശൂർ അസംബ്ലി മണ്ഡലം, അതുപോലെ കൊടുങ്ങല്ലൂർ, ഞാൻ പറഞ്ഞത് കൊടുങ്ങല്ലൂർ, ഇങ്ങനെയൊക്കെയുള്ള മണ്ഡലങ്ങളിൽ അവർക്ക് ശക്തമായ ഒരു സാന്നിധ്യം അറിയിക്കാൻ കഴിയും. വളരെ നല്ല ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ആലപ്പുഴ ജയിക്കാം. ആലപ്പുഴയിൽ ഇതുപോലെ തന്നെ കായംകുളം മുതലായ മണ്ഡലങ്ങളൊക്കെ, അതെ, മാവേലിക്കര, അതൊക്കെ അവർക്ക് നല്ലപോലെ മത്സരിക്കാം. നല്ലൊരു ഫൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. 2ാം സ്ഥാനത്ത് എത്തിയാൽ പോലും അതൊരു തോൽവിയല്ല. അതിനിടയ്ക്ക് 2-3 സീറ്റുകൾ ജയിക്കാനും മതി. അത് ആ സമയത്ത് ഒരു സാമുദായിക അന്തരീക്ഷമൊക്കെ വളരെ പ്രധാനമാണ് ഈ കാര്യത്തിൽ. ഓക്കെ, എന്തായാലും ഈ 2025 നിന്ന് നമ്മൾ 26ലേക്ക് പോവുകയാണ്. വളരെ ഉദ്വേഗജനകമായ രാഷ്ട്രീയ പോരാട്ടത്തിന് കേരളം 2026 വേദിയാകും എന്ന് തന്നെയാണ് 26ലെ ഈ നിമിഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് അങ്ങ് പറയുന്നത്. വളരെയധികം നന്ദി. നമുക്ക് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കാം 2026നെ. പുതുവത്സരാശംസകൾ കൂടി നേരുകയാണ് സാർ. ആശംസ. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.